ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് റൂം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ റൂം യൂസ് ചെയ്യലുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കിടക്കണത്. അല്ലാതെ എന്താണ് ഈ റൂം ഇത്രയും അലങ്കോലമായി കിടക്കണമെന്നൊന്നും വിചാരിക്കണ്ട. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ താഴെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടുത്തെ സ്റ്റെപ്പ് കയറി ഇറങ്ങലൊക്കെ ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് തന്നെ അമ്മ എന്നെ മേലെ കിടക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ റൂം മൊത്തത്തിലൊന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. കാരണം ആകെ മൊത്തം അലങ്കോലമായി കിടക്കുകയാണ്. മാറാല ഫസ്റ്റ് തട്ടി. പിന്നെ ഇതാ ഗൈസ്, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാണ്ട് കിടക്കുകയാണ്. വീഡിയോ എടുക്കാത്തതുകൊണ്ടല്ല, അതിൻ്റെ എന്തൊക്കെയോ സാധനങ്ങൾ കാണാതെ പോയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ എൻ്റെ 2 അനിയത്തിമാരും ഉണ്ട് നന്നാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിലും എന്ത് പണി എടുക്കുമ്പോഴും കൂടെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല, ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി കഴിയും കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് എടുക്കുന്ന പോലെയല്ല. നമ്മൾ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ നമുക്ക് ചടപ്പാണല്ലോ, ആരോടും സംസാരിക്കാനും ഇല്ല. ഒറ്റയ്ക്കാകുമ്പോൾ പണിയും കഴിയൂല. ഇതിപ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കഴിയും കേട്ടോ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും മറ്റോളം എവിടെയാണ്? ഓളിൻ്റെ സ്വത്തുമണീനെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒരാൾ ഓനെടുത്താലേ ബാക്കിയുള്ള ആൾക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരപ്പുറത്ത് തന്നെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ജനതിലൊക്കെ പെട്ടെന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഒന്നും ആലോചിച്ച് നിൽക്കണമൊന്നുമില്ല കേട്ടോ ഗൈസ്. വർത്താനം പറഞ്ഞിരിക്കണമൊന്നുമില്ല, പെട്ടെന്ന് തീർത്താൽ നമുക്ക് വേറെയുള്ള പണി അടുത്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ചെയ്യണം. പിന്നെ കണ്ണാട നന്നാക്കാൻ വേണ്ടിയിട്ട് ഓല് രണ്ടാളും നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ബൗളൊക്കെ ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് അനിയത്തി. അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട്. അതിക്ക് ഇടാനുള്ള കല്ലാണ് കേട്ടോ അത്. അപ്പോൾ നമുക്കത് വാഷ് ചെയ്തിട്ട് അതിക്ക് ഇടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഒരു വൃത്തികേട് അയക്കാരം. ചിലപ്പോഴേ ഇടുള്ളൂ കേട്ടോ, രസം ഉണ്ടെങ്കിൽ ഇടുള്ളൂ, ഇല്ലെങ്കിൽ ഇടില്ല. പിന്നെ ഞാനിപ്പോൾ എൻ്റെ തൊപ്പി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. ആകെ മൊത്തം മാറാല പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലോണം വൃത്തിയാക്കാനുണ്ട്. പിന്നെ അനിയത്തി ഗ്ലാസ്സുമ്പോൾ മൊത്തത്തിൽ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ചില്ല് തുടക്കാൻ എപ്പോഴും പേപ്പറാണ് നല്ലത്. തുണി കൊണ്ട് തുടച്ചാൽ എത്ര ആയാലും വൃത്തിയാവില്ല ഗൈസ്. പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ എൻ്റെ അലമാറ മൊത്തം അലങ്കോലായിട്ട് കിടക്കാൻ കേട്ടോ ഗൈസ്. ഞാൻ അങ്ങോട്ട് കയറാത്തതുകൊണ്ട് തന്നെ ആകെ താളം മറിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവർക്ക് ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഡ്രസ്സുകളൊക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് ഇട്ടപ്പോഴാണ് കേട്ടോ ഗൈസിൻ്റെ ഈ ഒരു ഡ്രസ്സ് കണ്ടത്. ഇതൊക്കെ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് ഇട്ടിട്ടുള്ള ഡ്രസ്സായിരുന്നു. അപ്പോൾ എന്തായാലും പാർട്ടി വേറെയും അല്ലാത്തത് വേറെ ആയിട്ട് തന്നെ എടുത്ത് വെക്കാന്നുള്ള ഒരു രീതിക്ക് നമ്മളെല്ലാവരും കൂടി മടക്കാണ്. ഇത്ര മാത്രമല്ല കേട്ടോ, താഴെ ഇനി ഒരുപാട് ഡ്രസ്സിൻ്റെതുണ്ട്. അപ്പോൾ അതൊക്കെ മുകൾക്ക് കയറ്റണം. എന്തായാലും ഒരുമിച്ച് എല്ലാം കൂടി നടക്കില്ല എന്നുള്ളതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ഒരു പണി എടുക്കുകയാണ്. പിന്നെ ഒരു ദിവസം അത് നോക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അലമാര സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കുകയാണ്. താഴെ ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു. തുടക്കണ വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ ഇതിന് ഫോണിൽ സ്പേസ് കഴിഞ്ഞു. പിന്നെ ഏതൊക്കെയോ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മൊത്തത്തിലുള്ളൊരു വീഡിയോ എടുത്തത് കേട്ടോ, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഗൈസ്. ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നല്ലൊരു വൃത്തിയാക്കി എടുത്തപ്പോൾ ഒരു സന്തോഷം കിട്ടും ഗൈസ്. അങ്ങനെയും കിടന്ന റൂം ഇങ്ങനെ ആക്കി എടുത്തപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഏതായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. നിങ്ങളെ സപ്പോർട്ട് എന്തായാലും നമുക്ക് വേണമെന്നെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്.